അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ലൈലത്തുൽ ഖദർ അത് എന്നാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. സൂചനകൾ മാത്രമേ ഹദീസുകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ഭൂരിപക്ഷം അഭിപ്രായപ്രകാരം റമദാനിലെ അവസാന 10 ഒറ്റ രാത്രികളിലാണ്. അത് 27-ാം രാവാണ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദറിൽ ലൈലത്തുൽ ഖദർ 27-ാം രാവിനാണ് എന്നുള്ളതിന് ചില സൂചനകൾ കാണുന്നുണ്ട്. ഇത് ചില ആളുകൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തി പറഞ്ഞ കാര്യങ്ങളാണ്. വാസ്തവമായിക്കൊള്ളണം എന്നില്ല, അതല്ലെങ്കിൽ പൂർണ്ണമായും ശരിയായിക്കൊള്ളണം എന്നില്ല. എങ്കിലും ആ സൂചനകൾ കാണുമ്പോൾ നമുക്ക് അത് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഉള്ളത്. സൂറത്തുൽ ഖദർ അതിലാണ് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നാം അതിനെ ലൈലത്തുൽ ഖദറിലാണ്, അതായത് ഖുർആനിനെ ലൈലത്തുൽ ഖദറിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലൈലത്തുൽ ഖദർ എന്ന വാക്ക് 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് സൂറത്തുൽ ഖദറിൽ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ഇങ്ങനെ 3 പ്രാവശ്യം സൂറത്തുൽ ഖദറിൽ ലൈലത്തുൽ ഖദർ എന്ന വാക്ക് വന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ എന്ന വാക്കിൽ 9 അക്ഷരങ്ങളാണ് ഉള്ളത്. ലാമ്, യാ, ലാമ്, ത അങ്ങനെ നോക്കുകയാണെങ്കിൽ ലൈലത്തിൽ 4, അൽ ഖദറിൽ 5 അക്ഷരങ്ങളും, അപ്പോൾ 9 അക്ഷരം. അപ്പോൾ 9 അക്ഷരങ്ങളുള്ള ലൈലത്തുൽ ഖദർ എന്നുള്ളത് 3 പ്രാവശ്യം ആവർത്തിച്ചു വന്നു. 9 ഗുണിക്കണം 3 27ആണ്. അതുകൊണ്ട് അത് 27 രാവിലേക്കുള്ളൊരു സൂചനയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇതേക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിൽ ഇബ്നു അബ്ബാസിൻ്റെ വാക്കായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ആയത്ത് ലൈലത്തുൽ ഖദരി 9 അഹ്റുഫിൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൈലത്തുൽ ഖദരി 9 അഹ്റുഫിൻ വഹുവ മദ്കൂറുൻ 3 മർറാത്ത്. ലൈലത്തുൽ ഖദർ എന്നുള്ളത് 9 ഹർഫാണ്. അത് 3 പ്രാവശ്യം പറയപ്പെട്ടിട്ടുണ്ട്. ഫതകൂനു അസ്സാബിഅ വൽ 20, അപ്പോൾ 27 ആയിരിക്കും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്തിലെ ഹിയ സലാമുൻ ഹിയ ഹത്ത മത്ലഇൽ ഫജ്ർ, അതിൻ്റെ അവസാനത്തിൽ ഹിയ എന്നുള്ളത് അത്, അതായത് ആ രാത്രി. അപ്പോൾ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയാൻ ഹിയ എന്ന ലാസ്റ്റിൽ പറഞ്ഞ ആ വാക്ക് ഈ സൂറത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ വാക്കുകൾ എണ്ണുകയാണെങ്കിൽ 27-ാമത്തെ വാക്കാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി അൽ ഖദർ. ഇങ്ങനെ എണ്ണി പോവുകയാണെങ്കിൽ 27-ാമത്തെ വാക്കാണ്. ടോട്ടൽ 30 വാക്കുകളാണ് സൂറത്തുൽ ഖദറിലുള്ളത്. 30 ദിവസമാണ് ഒരു മാസം ഉള്ളത്. അപ്പോൾ അതിൽ 27-ാമത്തെ വാക്കാണ് ഹിയ എന്ന വാക്ക് വന്നിട്ടുള്ളത്. ലൈലത്തുൽ ഖദർ എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ആദ്യത്തെ വാക്ക്, അതായത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അത് ആ വാക്ക് സൂറത്തിൻ്റെ അവസാനത്തിൽ നിന്ന് എണ്ണി നോക്കുകയാണെങ്കിൽ അപ്പോൾ 27-ാമത്തെ വാക്കായിരിക്കും അത് ലൈലത്ത് എന്നുള്ളത്. അതും ഒരു സൂചനയാണ്. പിന്നെ അൽ ഖദർ എന്നുള്ള വാക്ക് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖദർ എന്നത് 5-ാമത്തെ വാക്കാണ്. 3 പ്രാവശ്യം ഖദർ എന്ന വാക്ക് ആവർത്തിച്ചിട്ടുണ്ടല്ലോ. ആദ്യം 5-ാമത്തെ വാക്കായിട്ട് വന്നു, പിന്നെ 10-ാമത്തെ വാക്കായിട്ട് വന്നു, പിന്നെ 12-ാമത്തെ വാക്ക് ആണ് വന്നിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ആ 2-ാമത്തെ ലൈലത്തുൽ ഖദർ എന്നുള്ളത് ആ സൂറത്തിൻ്റെ ആദ്യം മുതൽ എണ്ണുകയാണെങ്കിൽ 10-ാമത്തെ വാക്കാണ്. ലാസ്റ്റത്തെ 12-ാമത്തെ വാക്കാണ്. അപ്പോൾ 12ഉം 10ഉം 5ഉം 12ഉം കൂടി കൂട്ടുമ്പോൾ 27 ആയും ചെയ്തു. അങ്ങനെ വേറെ ഒരു സൂചന ഉണ്ട്. അതുപോലെ തന്നെ സൂറത്ത് ദുഖാൻ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിലേക്കുള്ള മറ്റൊരു സൂചന സൂറത്ത് ദുഖാനിൽ ഹാമീം വൽ ഖുർആനിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറയുന്നുണ്ട്. നാം ഇതിനെ ലൈലത്തുൽ മുബാറക, അനുഗ്രഹീത രാവിലാണ് ഇറക്കിയത് ഖുർആനിനെ എന്ന് പറയുന്നു. അതുതന്നെയാണ് സൂറത്തുൽ ഖദറിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞത്. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ സൂറത്ത് ദുഖാനിൽ പറഞ്ഞപ്പോൾ അവിടെ ഫീ ലൈലത്തിൻ മുബാറക എന്ന ലൈലത്ത് എന്ന വാക്ക് സൂറത്ത് ദുഖാൻ്റെ ആദ്യം മുതൽ നമ്മൾ അക്ഷരങ്ങൾ എണ്ണുകയാണെങ്കിൽ 27 അക്ഷരം കഴിഞ്ഞിട്ടാണ് ലൈലത്ത് എന്ന വാക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില സൂചനകളിലൂടെ അത് 27 തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന്
ചില ആളുകൾ അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.